മഴതോറും മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ രോഹിത്തിനെയും ബബിതയെയും ഗംഗാധര മേനോൻ മുൻകൈയെടുത്തുകൊണ്ട് തന്നെ തിരിച്ച് കടപ്പാട്ടൂർ വീട്ടിലേക്ക് തന്നെ പറഞ്ഞയക്കാൻ തീരുമാനിച്ചു. അവർ ആദ്യമൊന്ന് എതിർക്കുന്നുണ്ട് എങ്കിലും അലീന ആ വീട്ടിലുണ്ടെങ്കിൽ ഞങ്ങൾ പോകില്ല എന്ന് പറയും. ഇങ്ങനെ ഞങ്ങളെ പറഞ്ഞയക്കുകയാണെങ്കിൽ അങ്കിൾ പിന്നെ എന്തിനാണ് ഞങ്ങളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്? ഞങ്ങളുടെ അമ്മയുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടല്ലേ ശിവശങ്കരൻ അങ്കിൾ ഗൾഫിൽ നിന്നും രാജീവൻ അങ്കിൾ മലേഷ്യയിൽ നിന്നും ഇങ്ങോട്ടേക്ക് വന്നത്? എന്നിട്ടിപ്പോ നിങ്ങൾക്കൊക്കെ ഇതെന്താണ് പറ്റിയത് എന്നൊക്കെ ചോദിച്ച് രോഹിത് ദേഷ്യത്തോടുകൂടി സംസാരിക്കും. അന്നേരം ശിവശങ്കരൻ പറയുന്നുണ്ട്, നിങ്ങളുടെ അമ്മക്ക് ബാലചന്ദ്രന്റെ മേൽ ഒരു തെറ്റിദ്ധാരണ പറ്റിയതാണ് മക്കളെ. ആ ഒരു തെറ്റിദ്ധാരണ ഞങ്ങൾക്കിപ്പോൾ മനസ്സിലായി. നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല ബാലചന്ദ്രൻ. അലീനെ ബാലചന്ദ്രൻ ഒരു മകളായിട്ട് തന്നെയാണ് കാണുന്നത്. അല്ലാതെ തെറ്റായ രീതിക്ക് അവർക്കിടയിൽ ഒന്നും തന്നെയില്ല. ഒരച്ഛന് മകളോടുള്ള സ്നേഹം, മകൾക്ക് അച്ഛനോടുള്ള സ്നേഹം, അത്രയുള്ളൂ. അതുകൊണ്ട് മക്കൾ അങ്കിൾ പറയുന്നത് കേൾക്കണം. നിങ്ങൾ ജീവിക്കേണ്ടത് ഇവിടെയല്ല, കടപ്പാട്ടൂര് നിങ്ങളുടെ വീട്ടിലാണ്. നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ തിരിച്ചു പോകണം. അങ്കിൾ നിങ്ങളെ അങ്ങോട്ടേക്ക് കൊണ്ടുവിടാമെന്നൊക്കെ ശിവശങ്കരൻ പറയുമ്പോൾ ബബിത ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ നാണം കെടുത്തി തിരിച്ചു കൊണ്ടുവിടാനാണെങ്കിൽ ഞങ്ങളെ പിന്നെ എന്തിനാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്ന്. അന്നേരം രാജീവൻ പറയുന്നത്, അപ്പോഴത്തെ സാഹചര്യം അതായി പോയി മോളെ. ഹാ, അതെന്ത് സാഹചര്യമാണ് അങ്കിളെ, ഞങ്ങളും കൂടി ഒന്ന് അറിയട്ടെ. ആ സാഹചര്യം എന്താണെന്ന് അങ്ങേര് ഗംഗാധരൻ പറയുന്നുണ്ട്. മക്കളെ, നിങ്ങൾ കരുതുന്നത് പോലെ തന്നെ അലീന ബാലചന്ദ്രന്റെ മകളല്ല, അവന്റെ സുഹൃത്തിന്റെ മകളാണ്. പിന്നെ നിങ്ങളുടെ അച്ഛൻ അവളോട് കൂടുതൽ സ്നേഹം കാണിക്കാൻ കാരണം അവളന്ന് ഹാർട്ട് അറ്റാക്ക് വന്നപ്പോൾ ബാലചന്ദ്രന്റെ ജീവൻ രക്ഷിച്ചതുകൊണ്ട് മാത്രമാണ്. ജീവൻ രക്ഷിച്ച ആളെ നമ്മൾ അങ്ങനെ ശത്രുവായിട്ടാണോ കാണുന്നത് എന്ന് ഗംഗേട്ടൻ ചോദിക്കുമ്പോൾ ബബിതക്കും രോഹിത്തിനും പിന്നെ ഒരക്ഷരം പോലും മിണ്ടാനാവുന്നില്ല. അന്നേരം അതൊക്കെ കേട്ടുകൊണ്ട് തന്നെ കമല അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. കമല ചോദിക്കും, ദേ ശിവേട്ട, അന്ന് ബാലചന്ദ്രൻ എന്നെയും ഹരിയെയും കൂടി ചൂലെടുത്ത് അടിച്ചത് നിങ്ങൾ കണ്ടതല്ലേ? അതേപ്പറ്റി നിങ്ങൾ അയാളോട് ചോദിച്ചതല്ലേ? അയാളുടെ ചെകിടം നോക്കിയിട്ട് ഒറ്റൊന്നങ്ങ് പൊട്ടിക്കാത്തതെന്താ? അന്നേരം ശിവശങ്കരൻ അവ കമലയുടെ ഒരൊറ്റ നോട്ടം നോക്കും. എന്നിട്ട് പറയുന്നുണ്ട്, നിനക്കൊരു അടിയുടെ കുറവുണ്ടായിരുന്നു. അതാണ് ബാലചന്ദ്രൻ അന്ന് ചൂലുമായിട്ട് നിനക്ക് തന്നത്. പിന്നെ ഹരി ഉണ്ടല്ലോ, അവനൊക്കെ തല്ലിയതിന് ഞാൻ മനഃപൂർവ്വം തന്നെ ചോദിക്കാത്തതാണടി. കാരണം ചോദിച്ചിട്ട് പോയ ബാലചന്ദ്രൻ ചിലപ്പോൾ എൻ്റെ ചെകിടം ഒന്ന് തരും, ഇതുപോലൊരുത്തനെ ജനിപ്പിച്ചതിന്. ഇത് കേട്ട് കമലയുടെ വായ അവിടെ അങ്ങ് അടയാട്ടോ. അങ്ങനെ രാജീവൻ പറയുന്നുണ്ട്, മക്കളെ, നിങ്ങൾ എടുത്തു വെക്കാനുള്ളതൊക്കെ എടുത്തു വെക്ക്. ഇപ്പൊ തന്നെ നമുക്ക് ഇവിടെ നിന്നും പോവാം. അന്നേരം വേറൊരു വഴിയില്ല എന്ന് ബബിതക്കും രോഹിത്തിനും മനസ്സിലായി. അങ്ങനെ അവർ വന്ന പോലെ തന്നെ പെട്ടിയും സാധനങ്ങളൊക്കെ എടുത്ത് ദേഷ്യഭാവത്തോടു കൂടി തന്നെ രോഹിതും ബബിതയും അമ്മാവന്മാർക്കൊപ്പം തന്നെ അങ്ങോട്ടേക്ക് പോവാണ്. അങ്ങനെ കുറച്ച് സമയമൊക്കെ കഴിയുമ്പോൾ അവർ കടപ്പാട്ടൂര് വീട്ടിലേക്ക് എത്തി. സിറ്റ് ഔട്ടിൽ ബാലചന്ദ്രൻ ഉണ്ടായിരിക്കും. ബാലചന്ദ്രന്റെ മുഖത്തേക്ക് പോലും നോക്കാൻ പറ്റാതെ ബബിതയും രോഹിത്തും അങ്ങോട്ടേക്ക് അങ്ങ് കയറി പോവാണ്. അന്നേരം ഹാളിലെ കോണിപ്പടികൾക്കരികിൽ അലീന നിൽക്കുന്നുണ്ടായിരുന്നു. അലീനയെ കണ്ട് ബബിത പറയും, നീ ജയിച്ചെന്ന് കരുതേണ്ടടി, കാണിച്ചു തരാം, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അവരങ്ങ് മുകളിലേക്ക് കയറി പോകും. ഇതൊക്കെ കേൾക്കുമ്പോൾ അലീന അവിടെ സങ്കടഭാവത്തോടു കൂടി നിൽക്കുകയാണ്. അങ്ങനെ പിന്നീട് ഗംഗാധരനും രാജീവനും ശിവശങ്കരനും ഒക്കെ പറയും, ബാലേന്ദ്ര, ഞങ്ങൾക്ക് നിന്നോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഗംഗേട്ടൻ പറയാണ്, ബാലചന്ദ്ര, അലീന വൈജയന്തിയുടെ മകളാണെന്നും വൈജയന്തി ഒരിക്കലും അറിയരുത്, അതുപോലെ തന്നെ അവളുടെ മക്കളും അറിയരുത്. പിന്നെ നീ എല്ലാ സത്യങ്ങളും അറിഞ്ഞുവെന്ന് അവൾ ഒരിക്കലും അറിയാൻ പാടില്ല. നീ സത്യങ്ങൾ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ അവൾ ഒരു പക്ഷേ ജീവിച്ചിരിക്കില്ല. അന്നേരം ബാലചന്ദ്രൻ അവിടെ ഒരു പുച്ഛഭാവത്തോടുകൂടി ചിരിക്കാണ്. എന്നിട്ട് പറയും, എനിക്കൊന്ന് ആലോചിക്കണം, എന്ത് വേണമെന്ന് എനിക്കൊന്ന് ആലോചിക്കണമെന്ന് പറയും. എല്ലാം നിങ്ങളുടെ പെങ്ങളുടെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും, അല്ലാതെ ഇപ്പൊ നിങ്ങൾക്ക് എനിക്ക് ഉറപ്പ് തരാനൊന്നും പറ്റില്ല എന്നൊക്കെ പറയാണ് ബാലചന്ദ്രൻ. അന്നേരം ശിവശങ്കരൻ പറയുന്നുണ്ട്, അതൊക്കെ ബാലചന്ദ്ര, അവള് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം, നീ ആയിട്ടൊന്നും പറയരുത്. ദയവ് ചെയ്ത് നീ അവളോടൊന്നും പറയരുത് എന്നിങ്ങനെ തൊഴുതുകൊണ്ട് പറയാണ് ശിവശങ്കരൻ. അന്നേരം ബാലചന്ദ്രന്റെ മുഖത്ത് ഒരു പുച്ഛഭാവമായിരിക്കും. അങ്ങനെ അവർ അത്രയും പറഞ്ഞ് അവിടെ നിന്നും പോകുന്നുണ്ട്. അലീന വിഷമിച്ച് നിൽക്കുന്നതും കണ്ടുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, വന്നു കയറിയപ്പോൾ തന്നെ എൻ്റെ മകൾ നിന്നെ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കും. ഏയ് ഇല്ല അച്ഛാ, നീ നുണ പറയേണ്ട മോളെ, എനിക്കറിഞ്ഞൂടെ അവരെ, നീ അവർ പറയുന്നതൊന്നും കാര്യമാക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ അവളെ സമാധാനിപ്പിക്കും. അങ്ങനെ അവരവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ബബിത അലീനയെ വിളിക്കുന്നത്. എടി അലീനെ, ഇങ്ങോട്ടേക്ക് വാടി, എൻ്റെ ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റണമെന്ന് പറയും. ഹോ, അലീന മാറ്റി തന്നാൽ മാത്രമേ അത് മാറിക്കോളൂ എന്നുണ്ടോ? എൻ്റെ മോൾ അന്ന് താഴേക്ക് വന്നേ, അച്ഛനൊരു കാര്യം ചോദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ബബിതയെ വിളിക്കാണ് താഴേക്ക്. എന്നിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എന്താ മോളെ, എന്താ മോളുടെ പ്രശ്നം? ബബിത പറയുന്നത്, ഇത്രയും ദിവസം റൂം അടച്ചിട്ടത് കൊണ്ട് തന്നെ റൂമിലൊക്കെ പൊടിയാണ്, ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റണമെന്ന് പറയും. അതിപ്പോൾ മോൾ എന്തിനാ ഇവളെ വിളിച്ചത്? ഇവളെ പോലെ തന്നെ നിനക്ക് കയ്യും കാലും ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ നിനക്ക് തന്നെ അത് ചെയ്തൂടെ? എന്ത്, ഞാനോ? എനിക്കൊന്നും പറ്റില്ല എന്ന് ബബിത പറയും. എനിക്കിതൊന്നും ചെയ്തിട്ട് ശീലമില്ല.
ഇവളെവിടെ നിർത്തിയിരിക്കുന്നത് ഇവിടുത്തെ വേലക്കാരിയാക്കിയിട്ടല്ലേ, അതുകൊണ്ട് ഇവൾ തന്നെ ഇതൊക്കെ ചെയ്യട്ടെ അച്ഛാ എന്ന് പറയട്ടെ ബബിത. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇതൊന്നും ഇവള് ചെയ്യുന്നില്ല, നീ തന്നെ വേണം നിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. നിന്നെ എവിടെ നിന്നും ആരും ഇറക്കി വിട്ടതൊന്നുമല്ലല്ലോ, നീയായിട്ട് എവിടെ നിന്നും ഇറങ്ങിപ്പോയതല്ലേ, അതുകൊണ്ട് നിന്റെ റൂമൊക്കെ നീ തന്നെ വേണം ക്ലീൻ ചെയ്യാനായിട്ട്. ഇനി മേലാൽ നീ ഇവളെ എടി പൊടി എന്നൊന്നും വിളിക്കാനും നിൽക്കരുത്. അങ്ങനെ വിളിച്ചാലുണ്ടല്ലോ എൻ്റെ മകളാണെന്നൊന്നും ഞാൻ നോക്കില്ല, അടിച്ച് നിന്റെ കർണം അങ്ങ് പൊട്ടിക്കുമെന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ ദേഷ്യപ്പെടും. എന്നാൽ ഇത് കേട്ടതോടുകൂടി തന്നെ ബബിതക്ക് അങ്ങ് പേടിയാവുകയാണ്. സങ്കടവും ദേഷ്യം കൊണ്ടൊക്കെ ബബിത പിന്നെ ഒന്നും മിണ്ടാതെ നിൽക്കും. അലീനയുടെ മുന്നിൽ വെച്ച് ബാലചന്ദ്രൻ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ആകെ ചമ്മി നാണം കെട്ടതുപോലെ നിൽക്കട്ടെ ബബിത. അങ്ങനെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അലീന മോളെ വൈകിട്ട് നമുക്ക് ഹോസ്പിറ്റലിലേക്കൊന്ന് പോകണം, വൈജയന്തിയുടെ അടുത്തേക്ക് നീ റെഡിയായിട്ട് നിൽക്കണം, കൃഷ്ണമോളെ കൂട്ടാമെന്ന് പറയും. ആ ഓക്കെ അച്ഛാ. മോളെ ബബിതെ നീ വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്തിന് ബബിത പറയുന്നുണ്ട്, ഞാനൊന്നും വരുന്നില്ല, അച്ഛൻ്റെ പൊന്നാര മോളുമായിട്ട് അച്ഛൻ തന്നെ അങ്ങ് പോയാൽ മതി. അത്രയും പറഞ്ഞ് ബബിത ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് കയറി പോവാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, അച്ഛ അവളോട് അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു, അവൾ എന്നെ എന്ത് വേണമെങ്കിലും വിളിച്ചോട്ടെ, എനിക്കൊരു പരാതിയില്ല അച്ഛാ, ഞാൻ അവളുടെ റൂമെല്ലാം ക്ലീൻ ആക്കി കൊടുത്തോളാം, അവൾക്ക് ഇതൊന്നും തന്നെ ശീലമില്ലാത്തതുകൊണ്ടല്ലേ എന്ന് പറയും. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, വേണ്ട മോളെ ഇതൊക്കെ അവളും ഒന്ന് പഠിക്കട്ടെ, കെട്ടിച്ചു കൊണ്ടുപോകുന്ന വീട്ടിൽ അവളുടെ കാര്യങ്ങളെല്ലാം നോക്കാൻ ഒരാളും കൂടെ ഉണ്ടാവണമെന്നില്ലല്ലോ, അതുകൊണ്ട് നീ അവൾക്കൊന്നും നീ ഇനി ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ല, നീ വേഗം നിന്റെ പണിയൊക്കെ ഒതുക്കി തീർക്കാൻ നോക്ക്, വൈകുന്നേരം നമുക്ക് ഹോസ്പിറ്റലിൽ പോവാനുള്ളതില്ലേ എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ അവിടെ നിന്നും പോവാണ്. അങ്ങനെ പിന്നീട് വൈകുന്നേരമായപ്പോൾ കൃഷ്ണമോള് സ്കൂൾ വിട്ട് വന്നു. അന്നേരം അലീന കൃഷ്ണമോളോട് പറയുന്നുണ്ട്, കാപ്പിയും പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്നു കൊടുക്കും, ഇന്ന് അമ്മയെ കാണാൻ വേണ്ടിയിട്ട് കൃഷ്ണമോള് വേഗം തന്നെ ഹോംവർക്കൊക്കെ ചെയ്ത് തീർക്കണേ, അതൊക്കെ ചെയ്ത് തീർത്തിട്ട് നമുക്ക് പോവാനുള്ളതാണെന്ന് പറയും. അങ്ങനെ സന്ധ്യയൊക്കെ ആകുമ്പോഴേക്കും അലീന വേഗം തന്നെ പണിയൊക്കെ തീർക്കും. എന്നിട്ട് കൃഷ്ണമോളോട് പറയുന്നുണ്ട്, മോളെ അച്ഛൻ വേഗം റെഡിയായെന്ന് പറഞ്ഞിട്ടുണ്ട്, 8 മണി വരെയാണ് വിസിറ്റിംഗ് ഹോസ്പിറ്റലിൻ്റെ ടൈം, അതുകൊണ്ട് വേഗം തന്നെ മോള് പോയിട്ട് റെഡിയായിക്കോ എന്ന് പറയും. ചേച്ചി വേഗം കുളിച്ച് മാറ്റിയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അലീനെ പോകും. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കൃഷ്ണമോള് വേഗം തന്നെ റെഡിയായിട്ട് താഴേക്ക് വരികയാണ്. താഴെ അപ്പോൾ ബാലചന്ദ്രനും വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് നേരം അവർ അലീനയെ വെയിറ്റ് ചെയ്ത് താഴെ നിൽക്കും. ഒടുവിൽ ബാലചന്ദ്രൻ പറയും, കൃഷ്ണമോളെ അലീന ഇതുവരെയായിട്ട് മാറ്റി വന്നില്ലല്ലോ, നീ പോയിട്ട് അവൾ എന്ന് വിളിച്ചു നോക്കിക്കേ, സമയം പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ കൃഷ്ണമോൾ അലീനയുടെ അടുത്തേക്ക് പോയി. പോയ പോലെ തന്നെ കൃഷ്ണമോൾ ആ സ്പോട്ടിൽ തന്നെ തിരിച്ചു വരുന്നുണ്ട്. എന്നിട്ട് കൃഷ്ണമോൾ പറയും, അലീന ചേച്ചിക്ക് ഡ്രസ്സില്ല അച്ഛാ, അച്ഛാ മാറി എടുക്കാനായിട്ട് ഡ്രസ്സില്ല. എന്ത് ഡ്രസ്സില്ലെന്നോ, അവളുടെ ഡ്രസ്സൊക്കെ എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് വരും. അച്ഛൻ ഇങ്ങോട്ടേക്കൊന്ന് വന്നേ എന്ന് പറഞ്ഞ് വിളിക്കുന്ന സമയത്തിന് ബാലചന്ദ്രൻ വരികയാണ്. ബാലചന്ദ്രൻ നേരെ അലീനയുടെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ ബാലേന്ദ്രൻ റൂമിലേക്ക് എത്തുമ്പോൾ കാണുന്ന കാഴ്ച മുഖം പൊത്തിയിരുന്ന് പൊട്ടിക്കരയുന്ന അലീനയാണ്. അന്നേരം റൂമിലെ ബെഡിൽ അലീനയുടെ ഡ്രസ്സും ബാഗും ഒക്കെ ഇരിക്കുന്നുണ്ട്. ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, കൃഷ്ണമോളെ നീ അല്ലേ പറഞ്ഞത് അലീനയ്ക്ക് ഡ്രസ്സില്ലാന്ന്, ഈ കിടക്കുന്നതൊക്കെ അവളുടെ ഡ്രസ്സല്ലേ എന്ന് ചോദിക്കും. അന്നേരം കൃഷ്ണമോൾ അതിൽ നിന്നും ഒരു ചുരിദാറിന്റെ ടോപ്പ് നിവർത്തി ബാലചന്ദ്രനെ കാണിച്ചു കൊടുക്കുകയാണ്. അച്ഛൻ ഇത് കണ്ടോ, എല്ലാം കത്രിക കൊണ്ട് തന്നെ, രോഹിത് ഏട്ടനോ ബബിത ചേച്ചിയോ ആരും അങ്ങനെ കത്രിക കൊണ്ട് എല്ലാം മുറിച്ചു വെച്ചിരിക്കുകയാണ്, ഇവർ കാണിച്ച പണിയായിരിക്കും ഇത് എന്നൊക്കെ പറഞ്ഞ് ആ വസ്ത്രങ്ങളെല്ലാം നിവർത്തി കാണിച്ചു കൊടുക്കും. അലീന ചേച്ചിയുടെ എല്ലാ വസ്ത്രങ്ങളും അടിവസ്ത്രങ്ങൾ വരെ കത്രിക കൊണ്ട് അവർ വെട്ടിമുറിച്ച് കീറി വെച്ചിരിക്കുന്നു. ഓരോ വസ്ത്രങ്ങളായിട്ട് കൃഷ്ണമോള് ബാലചന്ദ്രൻ ഇങ്ങനെ എടുത്തെടുത്ത് കാണിക്കാണ്. ഇതെല്ലാം കാണുന്ന സമയത്തിന് ബാലചന്ദ്രൻ അങ്ങ് ദേഷ്യവും സങ്കടവും ഒരുപോലെ അങ്ങ് വരും. ആരാ മോളെ ഇത് ചെയ്തത് എന്ന് ബാലചന്ദ്രൻ അലീനയോട് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല അച്ഛാ, എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീന സങ്കടപ്പെട്ട് പൊട്ടിക്കരയാണ്. അങ്ങനെ അലീനയുടെ ഒരു ചുരിദാറിന്റെ ടോപ്പ് എടുത്തുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ നേരെ ഹാളിലേക്ക് പോകും. എന്നിട്ട് ദേഷ്യത്തിൽ ഉച്ചത്തിൽ തന്നെ ബബിതയെയും രോഹിത്തിനെയും വിളിപ്പിക്കാണ്. രോഹിത് വേഗം താഴേക്ക് വരുന്നുണ്ട്, എന്നാ ബബിത വരുന്നില്ല. കൃഷ്ണമോളോട് ബാലചന്ദ്രൻ പറയും, നീ പോയിട്ട് ബബിതയും കൂടി വിളിച്ചുകൊണ്ട് വാ എന്ന് പറയും. ബബിതയും കൂട്ടിയിട്ട് കൃഷ്ണമോള് താഴേക്ക് വരികയാണ്. അന്നേരമൊക്കെ നല്ല ദേഷ്യത്തിലായിരിക്കട്ടെ ബാലചന്ദ്രൻ. ഒരടി പൊട്ടുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അലീന ബാലചന്ദ്രന്റെ കയ്യും പിടിച്ച് പറയുന്നുണ്ട്, വേണ്ടച്ചാ അവരോടൊന്നും പറയണ്ട, സാരമില്ല. അന്നേരം ബാലചന്ദ്രൻ അലീനയുടെ കൈ അങ്ങോട്ടേക്ക് തട്ടി മാറ്റിയിട്ട് പറയും. എന്നിട്ട് കത്രിക കൊണ്ട് വെട്ടി നശിപ്പിച്ച ആ ഒരു ഡ്രസ്സ് ഉയർത്തിപ്പിടിച്ച് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ആരാണ് ഈ പണി ചെയ്തത് എന്ന്. അന്നേരം ബബിതയും രോഹിത്തും പരസ്പരം രണ്ടുപേരും നോക്കി നിൽക്കാണ്. രണ്ടുപേരും തന്നെ ഒന്നും മിണ്ടുന്നില്ല. അന്നേരം ബാലചന്ദ്രൻ വീണ്ടും ദേഷ്യത്തോടു കൂടി ചോദിക്കുമ്പോൾ രോഹിത്ത് പറയും, ഞാനല്ല അച്ഛാന്ന്. അപ്പോൾ ബബിതയോട് ചോദിക്കുമ്പോൾ നീ ആണോടി ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ആദ്യം ബബിത അവിടെ ഒന്നും മിണ്ടുന്നില്ല. എങ്കിലും ബാലചന്ദ്രൻ വീണ്ടും ശബ്ദമുയർത്തി ദേഷ്യപ്പെട്ട് ചോദിക്കുന്ന സമയത്ത് തന്നെ ബബിത ദേഷ്യത്തിൽ പറയുന്നുണ്ട്, അലീനയെ നോക്കിയിട്ട് പറയുന്നുണ്ട്, അതെ ഞാൻ തന്നെയാണ് ഇത് ചെയ്തത്, ഞാൻ തന്നെയാണ് ഇവളുടെ വസ്ത്രങ്ങളെല്ലാം തന്നെ വെട്ടി മൊത്തം അങ്ങ് നശിപ്പിച്ചത്. അന്നേരം ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എടി നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്?
ഇവൾ നിന്നോട് അതിന് മാത്രം എന്ത് തെറ്റ് ചെയ്തിട്ടാന്ന് ചോദിക്കും. ഹോ, ഇവള് തെറ്റ് ചെയ്തിട്ടില്ല അച്ഛാ. ഇവൾ കാരണമല്ലേ എൻ്റെ അമ്മ ഇപ്പോൾ ഹോസ്പിറ്റലിലായിരിക്കുന്നത്. അമ്മ ഇപ്പോൾ ഈ അവസ്ഥയിൽ കിടക്കാൻ കാരണക്കാരി ഇവളാണ്. ഇവൾ ഈ വീട്ടിൽ നിൽക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല. ഇവളെ കഷ്ണം കഷ്ണമാക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അത് നടക്കാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയത് എന്നൊക്കെ ഒരു കൂസലുമില്ലാതെ ദേഷ്യത്തോടു കൂടെ പറയാണ് ബബിത. അങ്ങനെ ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോവും. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എടി ഇവിടെ ആര് താമസിക്കണം ആര് താമസിക്കണ്ട എന്നൊക്കെ തീരുമാനിക്കേണ്ടത് നിങ്ങളല്ല, ഞാനാണ്. ഇതെന്റെ വീടാണ്. ഇവിടെ നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ നിങ്ങളുടെ അമ്മയുടെ വീട്ടിലേക്ക്, കൊല്ലപ്പള്ളി വീട്ടിലേക്ക് പോവാം. അവിടെയാകുമ്പോൾ നിങ്ങളെ നോക്കാൻ നിങ്ങളുടെ കമലാൻറ്റി ഉണ്ടാവുമല്ലോ. ഹോ, അപ്പോൾ അച്ഛൻ എന്നേക്കാൾ വലുത് ഈ അടുക്കളക്കാരിയാണോ? ഈ അടുക്കളക്കാരിക്ക് വേണ്ടിയിട്ടാണോ അച്ഛൻ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എനിക്ക് മാത്രമല്ല ഇവളോട് വെറുപ്പ്. എൻ്റെ അമ്മക്കും രോഹിതേട്ടനും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവളെ വെറുപ്പായിട്ടും അച്ഛൻ എന്തിനാ ഇവളെ ഇങ്ങനെ ഇവിടെ നിലനിർത്തുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ ബബിത ദേഷ്യപ്പെടാണ്. അന്നേരം ബാലചന്ദ്രൻ പറയും, ഇവളെ ഈ കുടുംബത്തിന് ആവശ്യമുണ്ട്. ഈ കുടുംബം കുറച്ചെങ്കിലും നല്ല രീതിക്ക് പോകണമെങ്കിൽ ഇവൾ ഇവിടെ തന്നെ വേണം. പിന്നെ ഇവളെ കൊണ്ട് എനിക്കും ആവശ്യമുണ്ട്, നീ അതങ്ങ് കരുതിക്കോ എന്നൊക്കെ ബാലചന്ദ്രൻ പറയാണ്. അന്നേരം ബബിത ചോദിക്കും, ഹോ, അച്ഛൻ ഇവളെ കൊണ്ട് എന്ത് ആവശ്യമാണുള്ളത്? ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുക. ഇനി കുറച്ചു കഴിഞ്ഞാൽ ഇവളെ ഞങ്ങൾ ചെറിയമ്മയെന്ന് വിളിക്കേണ്ടി വരുമോ എന്നൊക്കെ ചോദിച്ച് ബബിത ബാലചന്ദ്രന്റെ മുഖത്ത് നോക്കി ചോദിക്കുന്ന സമയത്തിന് ബബിതയുടെ കർണം പുകച്ച് ഒരൊറ്റൊന്നങ്ങ് പൊട്ടിക്കാട്ട ബാലചന്ദ്രൻ. ഇത് കണ്ട് ആകെ ഞെട്ടലോട് കൂടെ നിൽക്കുമായിരിക്കും രോഹിതും കൃഷ്ണമോളും അലീനയൊക്കെ. എടി, നിന്നെയൊക്കെ എൻ്റെ മകളാണെന്ന് പറയാൻ പോലും എനിക്ക് അറപ്പ് തോന്നുന്നു, നാണം കെട്ട ജന്തു. അപ്പോൾ ബബിത ദേഷ്യത്തോടു കൂടി ബാലചന്ദ്രനോട് ചോദിക്കും, എന്താച്ചാ അടിയിൽ അങ്ങ് ഒതുക്കിയത്? ഇനി എന്നെ തല്ലിക്കോ, എന്നെ തല്ലിക്കൊന്നാലും ഞാൻ ഇത് തന്നെ പറയുള്ളൂ. ഇനി ഞാൻ ഇത് തന്നെ പറയും, ഇനി ഞാൻ ഇത് തന്നെ ചെയ്യും. അന്നേരം ബാലചന്ദ്രൻ നിസ്സഹായനായിട്ട് കുറച്ചു നേരം അവളെ തന്നെ നോക്കി നിൽക്കും. എന്നിട്ട് അവിടെ നിന്നും ഒന്നും മിണ്ടാതെ നേരെ മുറിയിലേക്ക് പോവാണ്. ബാലചന്ദ്രൻ പോയതോടുകൂടി തന്നെ ബബിത അലീനക്കിട്ട് നേരെ അങ്ങ് തട്ടിക്കയറും. എടി, അച്ഛനെയും മക്കളെയും തെറ്റിക്കാനുള്ള നിന്റെ ശ്രമമൊക്കെ വിജയിക്കുന്നുണ്ട്. ഒന്നും ഇവിടെ കൊണ്ട് തീരുമെന്ന് നീ കരുതേണ്ടടി എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തോടു കൂടി തന്നെ ബബിത അവിടെ നിന്നും കയറി പോവും. അന്നേരം രോഹിത് അലീനയെ ഒന്ന് തുറപ്പിച്ചു നോക്കിയിട്ട് അവിടെ നിന്നും പോവാണ്. ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും കൃഷ്ണമോളെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റുന്നില്ല. അങ്ങനെ കുറേ നേരം അലീന തറയിലിരുന്ന് കൊണ്ട് തന്നെ പൊട്ടിക്കരയും. എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ബാലചന്ദ്രന്റെ ഡോറിൽ വന്ന് മുട്ടുകയാണ്. അലീന ഡോറ് തുറക്കുമ്പോൾ ബാലചന്ദ്രൻ പറയും, സാരമില്ല മോളെ, എൻ്റെ മകളായി പോയില്ലേ, കൊല്ലാനും പറ്റില്ലല്ലോ. നീ വേഗം പോയിട്ട് മുഖം കഴുകിയിട്ട് വാ, നമുക്കൊന്ന് പുറത്തു പോകണം. എങ്ങോട്ടേക്കാണ് അച്ഛാ എന്ന് അലീന ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ പറയാം, നീ വേഗം പോയിട്ട് റെഡി ആയിട്ട് വാ എന്ന് പറയും. കൃഷ്ണമോളയോടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, അച്ഛാ എനിക്കൊരു കാര്യം പറയാണ്ട്, അച്ഛൻ ബബിതയോടൊന്ന് സംസാരിക്കണം. അവളുടെ അറിവില്ലായ്മ കൊണ്ടാണ് അവൾ അങ്ങനെയൊക്കെ ചെയ്തു പോയത്. അച്ഛൻ അവളോട് സ്നേഹത്തോട് സംസാരിച്ച് അവളെ സമാധാനിപ്പിക്കണം. അവൾക്ക് അച്ഛൻ ദേഷ്യപ്പെട്ടതിൽ നല്ല സങ്കടമുണ്ട്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഹാ, അതൊക്കെ ഞാൻ സംസാരിച്ചോളാം, മോള് പെട്ടെന്ന് തന്നെ പോയിട്ട് റെഡിയായിട്ട് വാ എന്ന് പറയും. അങ്ങനെ കൃഷ്ണമോളും ബാലചന്ദ്രനും അലീനയും കൂടി പുറത്തേക്ക് പോവാൻ നിൽക്കുന്ന സമയത്തിന് രോഹിത് ചോദിക്കും, അച്ഛാ, അച്ഛൻ എങ്ങോട്ടേക്കാണ് ഇവരെ കൂട്ടി പോകുന്നത് ചോദിക്കും. അന്നേരം ബാലചന്ദ്രൻ ഒരു പരിഹാസഭാവത്തോടു കൂടെ പറയാണ്, ഞങ്ങളടാ ടൂർ പോവാണ്, എന്തേ നീ വരുന്നോ എന്ന് ചോദിക്കും. അന്നേരം രോഹിത് ആകെ ചമ്മി തല താഴ്ത്തി നിൽക്കാണ്. അങ്ങനെ പിന്നീട് ബാലചന്ദ്രൻ ഇവരെ കൂട്ടി നേരെ പോകുന്നത് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്കാണ്. അലീന ചോദിക്കുന്നുണ്ട്, നമ്മൾ എന്തിനാ അച്ഛാ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന്. അതൊക്കെ പറയാം, നീ ആദ്യം ഇങ്ങോട്ടേക്ക് വാ എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ നേരെ അങ്ങോട്ടേക്ക് കയറിയിട്ട് ഒരു സ്റ്റാഫിൻ്റെ അടുത്ത് പറയും, ഈ കുട്ടിക്ക് കുറച്ച് ചുരിദാറുകൾ വേണം, ഒരു 10 ജോഡിയൊക്കെ എടുത്തോ എന്ന് പറയും. ഒരു 5-6 ധാവണിയും വേണം. അന്നേരം അലീന ബാലചന്ദ്രനെയും മാറ്റി നിർത്തി ചോദിക്കുന്നുണ്ട്, അയ്യോ അച്ഛാ, അത്രയൊന്നും വേണ്ട, എനിക്കൊരു 2 ചുരിദാറൊക്കെ മതി. ഏയ്, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല മോളെ. അതല്ല അച്ഛാ, 2 ആണെങ്കിൽ ഞാൻ വാങ്ങുന്നുള്ളൂ, അല്ലെങ്കിൽ എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അലീന വാശി പിടിക്കുന്ന സമയത്തന്നെ ബാലചന്ദ്രൻ സ്റ്റാഫിനോട് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഏറ്റവും വില കൂടിയ തന്നെ 2 ചുരിദാർ വേണമെന്ന് പറയും. അവർ കുറേയധികം കളക്ഷൻ എല്ലാം തന്നെ കാണിച്ചു കൊടുക്കുന്നുണ്ട് എങ്കിലും അതിൽ 2 ചുരിദാർ മാത്രം അലീന സെലക്ട് ചെയ്യാണ്. അങ്ങനെ അവർ ഡ്രസ്സെല്ലാം എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് പോയി. ബാലചന്ദ്രൻ കാർ ഓടിക്കുമ്പോൾ കുറച്ച് ദേഷ്യത്തിലായിരിക്കും. അച്ഛൻ എന്നോട് ദേഷ്യമാണോ? പിന്നല്ലാണ്ട്, ഞാൻ സെയിൽസ് ഗേളിനോട് ഇത്രയൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് നീ അതൊന്ന് വെട്ടിക്കുറച്ചില്ലേ? അപ്പം അലീന പറയും, ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് അച്ഛൻ അറിയണ്ടേ? അച്ഛൻ എന്നെയും കൂട്ടിയിട്ട് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയെ എനിക്ക് മനസ്സിലായതാണ്. ബബിത നശിപ്പിച്ച ആ ഒരു ഡ്രസ്സിന് പകരം ഇതിൻ്റെ ഇരട്ടിയായിട്ട് അച്ഛൻ എനിക്ക് വാങ്ങിത്തരാനുള്ള പുറപ്പാടാണെന്ന്. ഞാനൊരു കൊട്ടക്കണക്കിന് ഡ്രസ്സ് മാറ്റി വീട്ടിലേക്ക് കയറി ചെന്നാൽ അവരൊക്കെ എന്ത് വിചാരിക്കും? അച്ഛൻ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെ തോൽപ്പിക്കുകയാണെന്നല്ലേ, അവരോട് വാശി കാണിച്ചതാണെന്നല്ലേ, അങ്ങനെയല്ലേ അവർ കാണുള്ളൂ. പിന്നെ അവരുടെ മനോഭാവം എന്തായിരിക്കും? അപ്പോൾ ബാലചന്ദ്രൻ അവിടെ ചിന്തിക്കുന്നുണ്ട്, അലീന പറഞ്ഞതിലും കാര്യമുണ്ട്. എന്തായാലും അച്ഛാ, ഡ്രസ്സൊക്കെ ഇനിയും വാങ്ങാം, ഇപ്പം എന്തായാലും അവരെ ദേഷ്യം പിടിപ്പിക്കണ്ട എന്നൊക്കെ പറയാണ് അലീന. അങ്ങനെ വീട്ടിലേക്കുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൊണ്ട് തന്നെ അവർ തിരികെ വീട്ടിലേക്ക് എത്തും. അന്നേരം സിറ്റൗട്ടിൽ ബബിതയും രോഹിത്തും ഉണ്ടാവും.
ബബിതയുടെ നോട്ടം മൊത്തം അലീനയുടെ കയ്യിലുള്ള കവറിലേക്കാണ്. അച്ഛൻ ഇനി വേലക്കാരിക്ക് ഡ്രസ്സ് വല്ലതും എടുത്തു കാണുമോ എന്നൊക്കെ മനസ്സിൽ പറഞ്ഞുകൊണ്ടതിന് ബബിത കവറിലേക്ക് നോക്കി. അങ്ങനെ അലീന പലചരക്ക് സാധനങ്ങളുമായിട്ട് കിച്ചണിലേക്ക് പോവും. ടെക്സ്റ്റൈൽസിലെ കവറുമായിട്ട് ബബിതയും രോഹിത്തിനും സംശയം വരാതെ നിൽക്കാൻ വേണ്ടിയിട്ട് ആ കവറുമായിട്ട് ബാലചന്ദ്രൻ നേരെ മുറിയിലേക്ക് പോവാണ്. അന്നേരം രോഹിത്തും പറയും, എടി ബബിതെ, അച്ഛൻ അവൾക്ക് ഡ്രസ്സ് എടുത്ത് കൊടുത്തില്ലെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ അവളുടെ കയ്യിൽ കാണേണ്ടതല്ലേ? ടെക്സ്റ്റൈൽസിലെ കവർ അച്ഛൻ്റെ കയ്യിലാണുള്ളത്. അച്ഛൻ ചിലപ്പോൾ അച്ഛന് ഡ്രസ്സ് വാങ്ങിക്കാണും. അന്നേരം ബബിതയ്ക്ക് അതങ്ങ് വിശ്വാസം വരുന്നില്ല. അലീന പുറത്തുപോയ തക്കത്തിൽ ബബിതയും രോഹിത്തും കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം മൊത്തം നോക്കാണ്. എത്രയൊക്കെ നോക്കിയിട്ടും അതിലൊന്നും പുതിയ ഡ്രസ്സൊന്നും അവർ കാണുന്നില്ല. അതോടുകൂടെ തന്നെ അവർ ഉറപ്പിച്ചു, അച്ഛൻ അവൾക്ക് ഡ്രസ്സൊന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല എന്ന്. അതോടുകൂടെ തന്നെ ഭയങ്കര അങ്ങ് സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ പിന്നീട് എല്ലാവരും കാണാതെയാണ് ബാലചന്ദ്രൻ ആ ഒരു ഡ്രസ്സെല്ലാം തന്നെ അലീനയ്ക്ക് കൊണ്ടുപോയി കൊടുക്കുന്നത്. ഏതായാലും അലീനയെ ദ്രോഹിക്കുന്നത് ബബിത ഇവിടെ കൊണ്ടൊന്നും നിർത്തുന്നില്ല. വൈജയന്തി ഹോസ്പിറ്റലിൽ നിന്ന് തിരികെ വീട്ടിലേക്ക് എത്തുന്നതിന് മുൻപേ തന്നെ എങ്ങനെയെങ്കിലും അലീനയെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ബബിതയും രോഹിത്തും ചേർന്നുകൊണ്ട് തന്നെ അലീനയെ ഇട്ട് ദ്രോഹിക്കുന്ന ഒരു അടിപൊളി സീനൊക്കെ ഉണ്ടോ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.